ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 4 വിഭവങ്ങളുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 വെറൈറ്റി കറിയുണ്ട്, അതുപോലെ പുഡിങ്, ഡെസേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു റെസിപ്പിയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ, പൈനാപ്പിൾ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഒരു സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ടൊരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ബ്രൗൺ കളർ ആകണമെന്നില്ല, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു അളവിൽ കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തക്കാളി വെന്ത് ഒന്ന് ഉടയുന്ന പരുവം ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 1 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പഴുത്ത പൈനാപ്പിളല്ല, കുറച്ച് പഴുക്കാത്ത പൈനാപ്പിളാണ് കേട്ടോ ഇതിന് നല്ലത്. അപ്പോൾ 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, ഒരു 2-3 ടേബിൾ സ്പൂണ്. എന്നിട്ട് നമുക്ക് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്താൽ മതി. നല്ലോണം വടയരുത്, വെന്ത് വടഞ്ഞ് ആ ഒരു കലങ്ങുന്ന പരുവത്തിലാകരുത്. അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓൾമോസ്റ്റ് ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ. പിന്നെ ഇടയ്ക്കൊന്ന് നോക്കുക, വെള്ളം വറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് തിക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം അങ്ങനെ ഒരുപാട് തിളപ്പിച്ചെടുക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറി ഒരുപാട് തിക്കായി പോകും. അപ്പോൾ ഇതിലോട്ടൊരു ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഓൾമോസ്റ്റ് നല്ല കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ ഒരു നുള്ള് ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനമായിട്ട്. അതുപോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ 1 നുള്ള് ക്യൂമിൻ, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇൻഗ്രീഡിയൻസൊക്കെ ഡബിൾ എടുത്താൽ മതി. അതുപോലെ എത്രത്തോളം തിക്നെസ് വേണം, കുറച്ച് ലൂസായിട്ടാണോ വേണ്ടത്, അതിനനുസരിച്ച് കോക്കനട്ട് മിൽക്കും വെള്ളവും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ചെയ്ത ആ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി, പച്ചടി, അതിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി വേറൊരു കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അപ്പോൾ അതും കൂടി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ മാത്രം മതി ഈ ഒരു അളവിൽ. പിന്നെ അതുപോലെ ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടി. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരിക്കരുത് കേട്ടോ. ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രക്കുള്ള സൈസിലുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് നോക്കുക, വെള്ളമൊക്കെ പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരച്ചെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലോട്ടൊരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അരപ്പ് നമുക്ക് വേവിച്ച പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൈനാപ്പിൾ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഉടയണം, ആ ഒരു രീതിയിൽ വെന്ത് കിട്ടണം. അതുപോലെ ഒരുപാട് വെന്ത് കലങ്ങുന്ന പരുവത്തിലല്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം എത്രയാണോ നമുക്ക് തിക്നെസ് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അരച്ച അരപ്പ് നല്ല കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഇതൊരു ഉടുപ്പി സ്റ്റൈലിലുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എന്താ പറയുക, ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുകും അതുപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തിട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് കടുക്, അതുപോലെ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. അറിയാത്തവരുണ്ടാവുമല്ലോ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് കറിയിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള, ഇത് മെനസുക്കായി എന്ന് പറയും, പൈനാപ്പിൾ മെനസുക്കായി. അപ്പോൾ ഒരു കർണാടക സ്റ്റൈലിലുള്ള കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള 2 കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയും നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഷെയർ ചെയ്ത 2 കറിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇനി അതുപോലെ ഷെയർ ചെയ്യുന്നത് ഒരു പുഡിങ്ങാണ് പൈനാപ്പിൾ വെച്ചിട്ട്. ഇതും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 കപ്പ് പൈനാപ്പിൾ. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അതുപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ടും അതുപോലെ ആ ഒരു പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒരിത്തിരി കൂടുതൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നല്ലോണം വെന്ത് ഈ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. വെന്ത് കുറച്ച് ഉടഞ്ഞ് വരുന്നൊരു പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല, ചെറുതായിട്ട് വെള്ളം ഒന്ന് വറ്റിയാൽ മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് വേണ്ടത് 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ 5 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലോട്ട് മാറ്റാം. അതുപോലെ നമുക്ക് വേറൊരു അടുപ്പിൽ പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ചൈന ഗ്രാസും മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഡയറക്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഈ ഒരു ചൈന ഗ്രാസ്. അപ്പോൾ നമുക്കിനി ഈ ഒരു പാലിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലോണം തിളച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് തിള വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ തിള വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് തിളക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ആദ്യം നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. ഒരു പരന്ന പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ ഒരു പാൽ മിശ്രിതം ചേർത്ത് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. നല്ലോണം ചൂടാറി കഴിയുമ്പോൾ അത് പെട്ടെന്ന് തിക്കായി പോകും, സെറ്റായി പോകും. നമ്മൾ ചൈന ഗ്രാസൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മതി. പിന്നെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്, കംപ്ലീറ്റ് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഫുള്ള് അടിയിലോട്ട് താണു പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് സെറ്റായതിന് ശേഷം മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് കംപ്ലീറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക.
അപ്പോൾ ഇത് കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റാവാനുള്ള സമയം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴത്തെ ലെയർ നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിളും അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു മിൽക്ക് ടെക്സ്ചർ ആ ഒരു പുഡിങ്ങും മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സും ഈ ഒരു പൈനാപ്പിൾ പീസസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആ ഒരു താഴത്തെ നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിൾ അതോടെ കൂടെ എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്, ഒന്നിച്ച് അങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു പരന്ന ട്രേയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂഫ്ലയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഈ ഒരു പൈനാപ്പിൾ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അതുപോലെ നമ്മൾ ചേർത്ത പഞ്ചസാര അതും കൂടെ പാനിയായിട്ട് വെള്ളം ഓൾമോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. വെന്ത് ഒന്ന് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് ഇതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക, ഒരുപാട് ഡ്രൈ ആക്കിയിട്ടല്ല. ഇതിപ്പോൾ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, നല്ല വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ തിള വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവർ ഒന്ന് കലക്കിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് പാല് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാല് തിള വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറേ നേരം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തിക്കായിട്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തിള വരുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇത് ഇനി ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് 1.5 കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഈ ഒരു ഫ്രഷ് ക്രീമിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത ആ ഒരു പാൽ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നേരത്തെ കോൺഫ്ലവറും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇനി ഇതിലോട്ട് നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത പൈനാപ്പിളാണ്. അപ്പോൾ അതും ചെറുതായിട്ട് ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് പോമോഗ്രാനറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പൈനാപ്പിൾ സൂഫ്ലയാണിത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ തിക്കാവും ഇതിനേക്കാളും ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. അപ്പോൾ സ്പൂണിൽ നമ്മളിങ്ങനെ കോരിയെടുത്ത് കഴിക്കുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ സൂഫ്ലയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്